എന്തൊക്കെയുണ്ട്? വിഷുവായിട്ട് ഇങ്ങനെ എങ്ങനെയുണ്ട് മൊത്തത്തിൽ എന്റെ ഒരു ലുക്കൊക്കെ? കൊള്ളാം, നന്നായിട്ടുണ്ട്. അതെ, ഞങ്ങള് ധ്യാൻ ചേട്ടന് വിഷുക്കോടിയൊക്കെ ആയിട്ടാ വന്നേ. ഇഷ്ടപ്പെട്ടോ ഞങ്ങള് ഇല്ല? എന്നാലും നമുക്ക് അങ്ങനെ പറയാലോ. അതെ, എനിക്ക് മുണ്ടില്ലാത്തതുകൊണ്ട് എനിക്ക് മുണ്ടുമായിട്ടൊക്കെയാണ് ഇവര് വന്നത്. ആദ്യമായിട്ടൊരു പാന്റ് ഇട്ടതാ, ഇട്ടിട്ടുണ്ട്. അതൊന്നും കാണിക്കല്ലേ, അതടച്ചേക്ക്. അല്ല, ഞാൻ ഇന്നൊരു പാന്റ് ഇടാന്ന് വിചാരിച്ചിരുന്നതല്ലേ അല്ലേ? ആ പാന്റാണ് നിങ്ങൾ ഇപ്പൊ അടി കണ്ട പാന്റ്. അപ്പൊ നിങ്ങൾ പറഞ്ഞ മുണ്ട് എടുത്തേ പറ്റൂ നിർബന്ധം പിടിച്ചപ്പോ ഞാനത് പറഞ്ഞു കൊടുക്കട്ടെ. ഞങ്ങളിവിടെ വിഷു സ്പെഷ്യൽ എന്നൊക്കെ പറഞ്ഞു വന്നേക്കാ. ഫുൾ സെറ്റപ്പ് ഒക്കെ ഇട്ട് കണിയൊക്കെ റെഡിയാക്കി കൃഷ്ണനെ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും ധ്യാൻ ചേട്ടൻ ജീൻസും ടീഷർട്ടൊക്കെ. ഇത്രയും നാളും മുണ്ടെടുത്ത് നടന്ന ധ്യാൻ ചേട്ടനോട് എല്ലാരും ചോദിച്ച ചോദ്യമാണ്, ചേട്ടാ എന്താ പാന്റ് ഒന്നും ഇടാത്തേന്ന് ചോദിച്ചുകൊണ്ടിരുന്ന ധ്യാൻ ചേട്ടൻ കറക്റ്റ് ഈ ദിവസം തന്നെ ജീൻസും ടീഷർട്ടൊക്കെ ഇട്ടിട്ട് നിൽക്കുക. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ഞാൻ ഈ കോലത്തിൽ വന്നിട്ട് ധ്യാൻ ചേട്ടൻ ഫുൾ മോഡേൺ ആയിട്ട് നിൽക്കായിരുന്നു. അപ്പൊ അത് പറ്റില്ല. പുതിയ തുടക്കമല്ലേ എല്ലാത്തിന്റെയും. അപ്പൊ ഞാൻ കുറെ കാലമായിട്ട് ഈ പാന്റ് ഷർട്ടും മുണ്ടിട്ട് നടക്കല്ലേ. പുതിയ തുടക്കം എന്നുള്ള രീതിയിൽ ഞാനൊരു ഷർട്ടും വിഷുവിന് തുടങ്ങാന്ന് വിചാരിച്ചല്ലേ. പക്ഷെ അത് സമ്മതിക്കില്ല. വിഷു ആകുമ്പോഴേക്കും ധ്യാൻ ചേട്ടൻ എല്ലാവർക്കും ഇങ്ങനെ കാണാനാ ഇഷ്ടം. ഇല്ലേ? എല്ലാവർക്കും ഇഷ്ടായില്ലേ? എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ടാവും. പക്ഷെ അത് പൊക്കി കാണിക്കുന്ന ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എല്ലാം പെട്ടെന്നായിരുന്നു. അതുകൊണ്ട് ധ്യാൻ ചേട്ടൻ പാന്റ് വരാൻ സമയം കിട്ടിയില്ല. അപ്പൊ വേഗം മുണ്ടെടുത്തിട്ട് ഇങ്ങനെ പോകുന്നതാ. ഓക്കെ, ധ്യാൻ ചേട്ടാ കണിയൊക്കെ റെഡിയാക്കി വെച്ചേക്കാ. എങ്ങനെയുണ്ട്? ധ്യാൻ ചേട്ടൻ അറിയോ കണിയൊക്കെ റെഡിയാക്കാൻ? പിന്നെ ഞാൻ റെഡിയാക്കി. നീ അകത്ത് കൊന്നപ്പൂ, പഴം അതൊക്കെ ഞങ്ങൾ ഒപ്പിച്ചു. കൊറേ കാലം ഇതൊക്കെ കണ്ടിട്ട്. അത് മാത്രമേ കണ്ടുള്ളൂ. കൃഷ്ണൻ ഇരിക്കണ അവിടെ. ഇന്ന് പ്രാർത്ഥിക്കേ, വിഷുവാണ്. അപ്പൊ എന്താണ് എന്താ ധ്യാൻ ചേട്ടന് കൃഷ്ണനോട് പറയാനുള്ളത്? എനിക്കങ്ങനെ മൂപ്പരോടൊന്നും പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. അങ്ങനെ എനിക്ക് പുള്ളിയുടെ പണ്ട് മറ്റേ ഇത് സീരിയൽ വരുന്നല്ലോ, ശ്രീകൃഷ്ണ അല്ലേ? ഓർമ്മയുണ്ടോ? നിങ്ങളിപ്പോ എത്രാം ക്ലാസ്സിൽ പഠിക്കുക? ഞാൻ ചെറുതാ എന്തായാലും അല്ലേ? അന്ന് ഞാൻ ഒരു ദിവസം പോലും വിടാതെ കണ്ടിരുന്ന മറ്റേ പരിപാടിയാണ് ശ്രീകൃഷ്ണ. കൃഷ്ണനെ പറ്റി നമ്മൾ കേൾക്കുമ്പോൾ തന്നെ കുറെ കാര്യങ്ങളുണ്ട്. കൃഷ്ണൻ നമ്മളെ പല രീതിയിൽ നമ്മളായിട്ടില്ല. കൃഷ്ണൻ ഒരുപാട് കാമുകിമാരുണ്ട്, കള്ളനാണ് അല്ലേ? ഇല്ല, എനിക്ക് കൃഷ്ണന്റെ സ്വഭാവത്തിലൊന്നും എനിക്ക് കൃഷ്ണന്റെ ഇതൊന്നുമില്ല. ഒന്ന് രണ്ട് കാര്യങ്ങളിൽ ചെറിയ കണക്ഷൻ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എനിക്കൊരു ദൈവികമായിട്ടുള്ള ഒരു ഇതുണ്ട്. അങ്ങനെ ഒരു സംഭവം, ഒരു ചെറിയൊരു ഓറ ചുറ്റുണ്ട്. അങ്ങനെ സാധനം കഴിച്ചു കഴിഞ്ഞാൽ വേറെ കൃഷ്ണന്റെ സ്വഭാവ ഗുണങ്ങളൊന്നും സ്വഭാവ ദൂഷ്യങ്ങളൊന്നും എനിക്കില്ല. നമ്മള് കണ്ട കൃഷ്ണൻ അങ്ങനെയല്ലേ? കൃഷ്ണൻ കള്ളം പറയും അല്ലേ? പോകും. അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. വിഷുവായിട്ട് നമ്മളെ കൃഷ്ണനെ ഇതാക്കില്ല, പാവം കിട്ടും. ധ്യാൻ ചേട്ടാ, അപ്പൊ ഹാപ്പി വിഷു. ഹാപ്പി വിഷു. എങ്ങനെയാ അപ്പൊ ധ്യാൻ ചേട്ടന്റെ വിഷുവിന്റെ വിശേഷങ്ങളൊക്കെ പറ. പണ്ട് തൊട്ടേ എങ്ങനെയാ നിങ്ങൾ വിഷു ഒക്കെ എല്ലാം ആഘോഷിക്കാറുണ്ടോ? ആഘോഷിക്കാൻ പറ്റാറുണ്ടോ? തിരക്കൊക്കെ ഉള്ള ആളല്ലേ? പണ്ടൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് വിഷുവാണ്. പ്രത്യേകിച്ച് നമ്മുടെ മലബാറിലൊക്കെ എനിക്കൊന്ന് ഓണത്തെക്കാളും ഓണാഘോഷത്തിനേക്കാളും അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാ ആഘോഷത്തിനേക്കാളും നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് വടക്കൻ മലബാറിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കുന്നത് വിഷുവാണ്. അപ്പോൾ അതിന്റെ പ്രധാന കാരണം ഈ വിഷുവോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുറെ ചെറിയ ചെറിയ ആചാരങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈനീട്ടം, കാശ് ഫണ്ട് വരുന്ന സമയം, പിന്നെ പടക്കം പൊട്ടിക്കല്, പിന്നെ മെയിനായിട്ട് ഫണ്ട് എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് അവധിക്കാലമാണ്. അപ്പൊ അവധിക്കാലം ആകുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും അല്ലറ ചില്ലറ ആവശ്യങ്ങളും, ഏപ്രിൽ മെയ് എന്ന് പറയുന്ന സമ്മർ വെക്കേഷൻ ആണല്ലോ. അപ്പൊ ഈ സമ്മർ വെക്കേഷനുള്ള ഫണ്ട് മൊത്തം നമ്മള് പുള്ളി ചെയ്യുന്നത് ആ സമയത്താണ്. ഏത് ഈ കൈനീട്ടം വരുന്ന ആ സമയത്ത്. ഈയിടെയായിട്ട് ഞാൻ പോവാറില്ല. സാധാരണ കൈനീട്ടം നമ്മള് മൂത്തവര്, നമ്മുടെ ഇളയ ആൾക്കാർക്ക്. അപ്പൊ ആ സമയത്ത് എന്റെ ആ പ്രായത്തിന് എനിക്ക് ഒരുപാട് കിട്ടുമായിരുന്നു. കാരണം ചേച്ചിമാരുണ്ട് കുറെ, മാമന്മാരുണ്ട് കുറെ, അമ്മയുടെ കൂടെ 10 പേരാ. അപ്പൊ അവരുടെ എല്ലാവരും കിട്ടും. ഇപ്പൊ പോയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് കൊടുക്കേണ്ട ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് ഇപ്പൊ വിഷു ആഘോഷം എനിക്ക് എന്തോ പൊതുവെ ഇഷ്ടമല്ല. കാരണം പറയല്ലേ ധ്യാൻ ചേട്ടാ, നമുക്ക് ഒരു സമയത്ത് ഇങ്ങോട്ട് കിട്ടുമ്പോ നമുക്ക് പറ്റണ സമയത്ത് നമ്മൾ അങ്ങോട്ട് കൊടുക്കണ്ടേ? ഒരു കാര്യമില്ലാണ്ട് കൊടുക്കണ്ടല്ലോ ഒരു വിഷുവിന്റെ പേരിൽ.
അപ്പൊ ഇങ്ങോട്ട് കിട്ടുന്ന സമയത്ത് അത് ആലോചിക്കില്ലേ? അത് അന്ന് കറക്റ്റ് ആയിരുന്നു. ഇന്ന് ഞാൻ അത് ആലോചിക്കുമ്പോൾ ശരിയല്ലെന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ ധ്യാൻ ചേട്ടൻ കളക്ട് ചെയ്തിട്ടുള്ള പൈസ എമൗണ്ട് ഓർക്കണ്ട? ഞാൻ അത്യാവശ്യം എന്ന് വെച്ചാൽ ആ പ്രായത്തിൽ എനിക്ക് തോന്നുന്നു ചെറുപ്പത്തിൽ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ ഒരു 3-ാം ക്ലാസ് 4-ാം ക്ലാസ് ആ സമയത്തൊക്കെ അത്യാവശ്യം അമ്മ തന്നെ ഒരു 10,000-2,000 രൂപയൊക്കെ അമ്മ തന്നെ തരുമായിരുന്നു. 1000 രൂപയൊക്കെ അല്ലെങ്കിൽ ഞാൻ ചോദിച്ചു വാങ്ങിക്കും. കൈനീട്ടമാണെങ്കിൽ നമുക്ക് ചോദിക്കാൻ പാടില്ല എന്നൊന്നുമില്ല, മിനിമം എമൗണ്ട് എങ്കിലും തരണമല്ലോ. പിന്നെ അച്ഛൻ തരുന്നതുണ്ട്. അപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ഒരു എമൗണ്ട് എന്ന് വെച്ചാൽ കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. അത്യാവശ്യം ആ പ്രായത്തിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത പൈസയൊക്കെ നമ്മൾ വിഷുവിന്, കാരണം ആ അവധിക്കാലം നമ്മളത് തീർക്കും. അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഈ പടക്കം വാങ്ങിക്കാനും ഇതിനൊക്കെ ഈ പൈസ എക്സ്ട്രാ വണ്ടി വന്നു കഴിഞ്ഞാൽ ഇതിൽ നിന്നൊക്കെ എടുക്കുക. പിന്നെ ഈ കൊന്നപ്പൂ ആരെ കൊന്നിട്ടാണെങ്കിലും കൊന്നപ്പൂ ഒക്കെ ഒപ്പിക്കും നമ്മൾ അങ്ങനത്തെ. അപ്പോൾ ഈ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ ഫണ്ട് വരുന്നതുകൊണ്ട് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ പരിപാടിക്കും നമ്മൾ ഭയങ്കര ഒരു ഉത്സാഹം ഉണ്ടാവും. കാരണം ഭയങ്കര ആഘോഷം നമ്മൾ ഭയങ്കര അധികം ഇഷ്ടപ്പെട്ടിരുന്നു. ഓണം നമുക്ക് കുറെ കൂടുതലും പരിപാടിയൊക്കെ ആയതുകൊണ്ട് ഓണത്തിനോട് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ വിഷു അന്ന് ഇന്നും. പിന്നെ ഏറ്റവും വലിയ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പടക്കം പൊട്ടിക്കുക. എനിക്ക് ഇപ്പോഴും എന്തിനാ ഈ പടക്കം പൊട്ടിക്കുന്നത് ആക്ച്വലി വിഷുവിന്? അതെന്താ? കാരണം പണ്ടൊക്കെ നമ്മള് എന്തിനാ പടക്കം പൊട്ടിക്കുന്നത് അറിയാം? എന്തിനാ? വിഷു അല്ലേ, പൊട്ടിച്ചേക്കാന്ന്. അപ്പൊ ഞങ്ങളെ നാട്ടിലൊക്കെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാ ഈ വീട്ടില് എന്തെങ്കിലും പൊട്ടിച്ചു കഴിഞ്ഞാ പൊതുവെ മത്സരം. ഓക്കെ, അവൻ പൊട്ടിച്ച്. അപ്പൊ ഇവിടെ ഒരു സാധനം പൊട്ടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ ഓലപ്പടക്കം എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ മാലപ്പടക്കം എന്ന് പറയൂല്ലോ. മാല മറ്റേ എന്തായാലും പറയാം 1000 പാല 2000 പാല എന്നൊക്കെ പറയാം. ടടകട പൊട്ടുന്ന സാധനങ്ങൾ. അതിനെന്താ പറയാ? നമ്മുടെ നാട്ടിലെ കോയ എന്നൊക്കെ പറയാം. കോയപ്പടക്കം, മാലപ്പടക്കം. അപ്പൊ അതെണ്ണം പൊട്ടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തുനിന്ന് പൊട്ടിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു സാധനം പറയും ഹൈഡ്രജൻ ഇങ്ങ് എടുക്കുന്ന പറയും. അപ്പൊ നമ്മളൊരു ഹൈഡ്രജൻ അങ്ങ് പൊട്ടിക്കും. അപ്പൊ ഡും ഒരു പൊട്ടല് പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവന്റെ വീട് കുലുങ്ങണം. ആ രീതിയിൽ ആ രീതിയിൽ എത്തണം. അപ്പൊ നമ്മൾ പൊട്ടിക്കുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ പൊട്ടിക്കൂല. ഈ നമ്മുടെ വീടിനും ഇടയിലുള്ള സ്ഥലത്തുള്ള ഒരു കോമൺ സ്ഥലം ഉണ്ടാവുമല്ലോ, അവിടെ ഇട്ട് പൊട്ടിക്കും. അപ്പൊ അവനും കേൾക്കണം. അങ്ങനെ ഒരു മത്സരം ഉണ്ടായിരുന്നു പലപ്പോഴും. പിന്നെ അവരുടെ വീട്ടിൽ തീർന്നാലും നമ്മുടെ വീട്ടിൽ സാധനം ഉണ്ടാവണം. ചിലപ്പോ അവരുടെ വീട്ടിൽ തീരാറായി കാണും. പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു സൈലൻസ് ഉണ്ടാവും. അല്ലല്ല, അവർ സൈലൻസ് പിന്നെ തീർന്നെന്ന് വിചാരിക്കുന്ന സമയത്ത് മെയിൻ സാധനങ്ങളൊക്കെ ഇറക്കും. അങ്ങനെയുള്ള പരിപാടികളുണ്ട്. പിന്നെ അവസാനമാകുമ്പോ നമ്മൾ 10,000 വലയൊക്കെ ഉണ്ടാവും. എന്നുവെച്ചാൽ മലയുടെ 10,000-ന്റെ ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഏറ്റവും അവസാനത്തേക്ക് അങ്ങ് വെക്കും. അതൊരു മറ്റേ കലാശക്കൊട്ട് പോലെ അവസാനം ഇറക്കുള്ളൂ മെയിൻ ഐറ്റം ഒക്കെ. എന്നിട്ടൊരു പൊട്ടിക്കലുണ്ട്. തൃശ്ശൂർ പൂരം അടിയടക്കണ പോലെയാണ് ഞങ്ങളുടെ നാട്ടിലുള്ള. പ്രത്യേകിച്ച് ഈ വിഷു എന്ന് പറയുമ്പോ തന്നെ ഒരു മത്സരം, അപ്പുറത്ത് ഇപ്പുറത്ത് വിട്ടിട്ട് അങ്ങനെ ഒരു ആഘോഷം. ഒരു വിഷു കഴിയുമ്പോഴേക്ക് അപ്പുറത്തെ വീട്ടിലെ കുടുംബ പ്രശ്നങ്ങളൊക്കെ ആയി കാണും. ആജാതി പൊട്ടിക്കലങ്ങ് പൊട്ടിക്കും. ഇതാണ് ഞങ്ങളുടെയൊക്കെ നല്ല സന്തോഷകരമായിട്ടുള്ള വിഷു. വിനീതേട്ടൻ കൈനീട്ടൊക്കെ തരുമോ? പുള്ളിയല്ല, ഏകദേശം നമുക്കൊക്കെ ഇങ്ങോട്ട് കിട്ടലാണല്ലോ. അപ്പൊ പുള്ളിയും ഇങ്ങനെ നിൽക്കുകയായിരിക്കും നമ്മുടെ കൂടെ തന്നെ എന്തെങ്കിലും കിട്ടുമോ. ധ്യാൻചേട്ടൻ ഇളയതായതുകൊണ്ട് വിനീതേട്ടനായിരുന്നു കൂടുതൽ പൈസ കിട്ടിക്കൊണ്ടിരുന്നത്. അല്ല, പൊതുവെ നമുക്ക് റവന്യൂ വരുന്ന ആൾക്കാർ കാശ് ജോലിയോ അല്ലെങ്കിൽ നമ്മുടെ ചേച്ചിമാരൊക്കെയാണ്, അവരൊക്കെ ജോലിക്ക് പോയിരുന്നു. അല്ലെങ്കിൽ മാമന്മാരൊക്കെ ആണെങ്കിൽ ജോലിയുള്ളവർ, അവരല്ലേ കാശ് വരും. ഒരു വരുമാനം ഇല്ലാതെ അന്ന് ചേട്ടൻ സ്കൂളിൽ പഠിക്കുകയാണല്ലോ, ഞാൻ സ്കൂളിൽ പഠിക്കുന്നത്. അപ്പൊ പുള്ളി അങ്ങനെ അന്ന് തന്നിരുന്നില്ല, ഇന്നും തരുന്നില്ല. അപ്പോ ചിലപ്പോ അത് വിഷുവിനല്ലോ, വിഷുവിന്റെ കാര്യമല്ലേ നമ്മുടെ എന്തായാലും ഈ വിഷുവിനെങ്കിലും ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും മനുഷ്യൻ സഹായിക്കുന്നുണ്ട്. എന്നിട്ട് വിഷുവിന് ഒരു ദിവസം തരാത്ത കണക്ക് വിടുന്നു പറയാം. നമ്മളെ സ്പെഷ്യൽ വിഷു ആണോ? വിഷുവിന് കിട്ടിയിട്ടില്ല എനിക്ക്. അതിന് മുന്നും തലേന്നും കിട്ടിയതിന്റെ വിഷുവല്ല. വിഷുവിനന്ന് എനിക്ക് എന്തെങ്കിലും ഇനിയും സമയമുണ്ട്. ഇപ്പൊ പുള്ളിക്ക് കൃത്യമായിട്ട് വരുമാനമൊക്കെ ഉണ്ടല്ലോ, തരാം. ഇപ്പോഴാണെങ്കിൽ നമുക്ക് പല നമുക്കിപ്പോ നേരിട്ട് കണ്ട് കൈനീട്ടം എന്നുള്ളൊരു ചടങ്ങിന്റെ ഒന്നും ആവശ്യമില്ല. ഗൂഗിൾ പേ ഉണ്ട്, അക്കൗണ്ടിലോട്ട് ഇടാം. പിന്നെ നമ്മൾ എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വരുമാനം കൂടുന്നതിനനുസരിച്ച് അതൊരു ചിന്തയുണ്ട്. ഇപ്പൊ അച്ഛൻ തരുമ്പോ അച്ഛനൊരു 5,000 രൂപ 3,000 രൂപ തരുവാണെങ്കിൽ അയാളുടെ ഒരു വരുമാന സ്രോതസ്സിനനുസരിച്ചായിരിക്കണം അയാളുടെ കൈനീട്ടം. അല്ലേ? കുറച്ച് ആൾക്കാര് നമ്മള് കൈനീട്ടം തരുന്ന സമയത്ത് 10 രൂപ എടുത്തിട്ട് തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി പരിപാടിയായിപ്പോ നമുക്ക് തോന്നുമല്ലോ. അവരവരെ സ്റ്റാൻഡേർഡിനനുസരിച്ച് വേണം കൈനീട്ടം കൊടുക്കാൻ. ഇപ്പൊ ഞാൻ നിനക്കൊരു കൈനീട്ടം തരുവാണെങ്കിൽ ഞാൻ മിനിമം എന്ത് തരും? പറ, ഒരു എമൗണ്ട് പറ.
ഒരു 5000 അത് തരും. അല്ല തന്നേനേന്ന് എന്നുവെച്ചുകഴിഞ്ഞാൽ ശരിക്കും ധ്യാൻ ചേട്ടനെ വിഷു അല്ല ധ്യാൻ ചേട്ടന്റെ കയ്യിൽ നിന്ന് എനിക്ക് വിഷു കൈനീട്ടം കിട്ടാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. ഞാൻ വരെ ഇവിടുന്ന് നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് മുടുത്ത മുണ്ടാണ് ഇവിടെ എടുത്തോണ്ടിരിക്കുന്നത്. എന്നോട് നീ ഞങ്ങളൊരു വിഷുക്കോടി വന്നില്ല, അപ്പൊ ധ്യാൻ ചേട്ടൻ ഒരു കൈനീട്ടെങ്കിലും എന്താ? അപ്പൊ നീ പറയണത് ഈ 5000 രൂപയുടെ ഇതേ എനിക്കുള്ളൂ എന്നാണല്ലേ? അങ്ങനല്ല, നീ കുറച്ച് കണ്ടു. ഇത് ഇമോഷണൽ ഡാമേജ് ആക്കി, ഇതിലൊന്നും ഞാൻ വീഴില്ല. മിനിമം നിനക്കൊരു 50,000 എന്റെ മനസ്സിൽ ഞാൻ കണക്കൂട്ടി. അത് നീ തെറ്റിച്ച് പറഞ്ഞതുകൊണ്ട് ഞാൻ സത്യം എന്റെ ഇത് വെച്ചിട്ട് എന്റെ എത്ര ആസ്തിയുള്ള മനുഷ്യനാ ഞാൻ പിന്നെ എന്റെ ഒരു മര്യാദക്ക് ഒരു 5000 കറക്റ്റ് പറഞ്ഞിരുന്ന ആ എമൗണ്ട് കറക്റ്റ് ആയിട്ട് വന്നു. എത്രയാ കറക്റ്റ്? അതൊന്ന് കേക്കട്ടെ. അത് ഞാൻ പറഞ്ഞല്ലോ, ഒരു 50,000 ഞാൻ മനസ്സിൽ കൂട്ടിയത്. പിന്നെ ഇതായിട്ട് കൊടുത്തു. പിന്നെ ധ്യാൻ ചേട്ടൻ തന്നെ വിനിതേണ്ട എന്നാ പൈസ വെക്കണം, എന്നിട്ട് ഇനി ധ്യാൻ ചേട്ടൻ എനിക്ക് 50,000 രൂപ തരാൻ പോണ. ഞാൻ ചോദിച്ചിട്ട് പുള്ളിയോട് വാങ്ങിച്ചിട്ട് എനിക്ക് കൈനീട്ടം വേണ്ട. ഓക്കെ, അല്ല മുന്തിരി എപ്പോഴും പോകുമ്പോൾ ചോദിച്ചു വാങ്ങിച്ചു. 10 രൂപയെങ്കിലും കൈനീട്ടെന്താ പറയാലോ. അത് ധ്യാൻ ചേട്ടൻ 10 എന്ന് പറയുമ്പോൾ ക്ലിയർ ആയിട്ട് പറയണം. എന്റെ 10 എന്നൊക്കെ പറയുന്നത് 10 lakhs ആണ് ഞാൻ ഇപ്പത്തെ ഒരു കണക്കിൽ പെടുന്നത്. ഓ ഓക്കെ, അപ്പൊ ഞാൻ എത്ര പറയണം? 10 എന്ന് പറയുമ്പോ 1 എന്ന് പറയുമ്പോൾ ചിലപ്പോ എനിക്ക് 1 ലക്ഷം എന്റെ മനസ്സിൽ വരും. ഒരു നീ എത്ര പറയണം? 0 പോയിന്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് ഇത്രയും നിനക്ക് വേണ്ടത് ഞാൻ പോകുമ്പോ തരാം. ഓക്കെ, എന്തായാലും ഒരു 10 രൂപയെങ്കിലും. ഓക്കെ, അപ്പൊ ഞാൻ എന്നും ഇങ്ങനെ സൂക്ഷിച്ചു വെക്കും. ഞാൻ നമ്മുടെ മറ്റേ ആ സിനിമയില് ദിലീപേട്ടൻ മറ്റേ മമതയുടെ ഡ്രസ് എടുത്ത് വെക്കാൻ പറയുമ്പോ ഈ സെറ്റപ്പ് കണ്ടപ്പോഴും എനിക്കത് തോന്നി. അതുപോലെ ഞാൻ ധ്യാൻ ചേട്ടൻ തന്നെ വിഷു കൈനീട്ടം എടുത്തിട്ട് ഇങ്ങനെ വെക്കും. ഇതെനിക്ക് ധ്യാൻ ചേട്ടൻ 2023 വിഷുവിന് തന്ന 10 രൂപയുടെ വിഷു കൈനീട്ടം ഞാൻ പറയും. വെക്കും. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? അപ്പൊ ധ്യാൻ ചേട്ടൻ ഈ മുണ്ടും എടുത്ത് സൂക്ഷിച്ചു വെച്ചോ. ഞങ്ങൾ അന്ന് ധ്യാൻ ചേട്ടന് വിഷുക്കോടി ഇട്ട് തന്ന മുണ്ടാന്ന്. അടിയില് പാന്റ് വെക്കരുത്. ഓക്കെ, അപ്പൊ വിഷു കൈനീട്ടം കഴിഞ്ഞു. ഇനി കണി, ഇങ്ങനെ കണ്ണൊക്കെ പൊത്തി കണി കാണലൊക്കെ ഉണ്ടായിരുന്നോ? കണ്ണി അമ്മ വെളുപ്പിന് വന്ന് വിളിക്കുന്നു, കണ്ണ് തുറക്കരുത് എന്നൊക്കെ പറഞ്ഞ് കണ്ണടച്ചിരുന്നേ കൃഷ്ണനെ കാണാൻ. അതൊക്കെ ഉണ്ട്. അതിപ്പോ അടുത്ത് തന്നെ അമ്മ വിളിച്ചപ്പോ കഴിഞ്ഞ മുന്നത്തെ അവസാനം കണ്ട കണി അതായിരുന്നു. അതൊരു കെണിയായിരുന്നു. എനിക്ക് പിന്നെ എന്തായിരുന്നു? അല്ലല്ല അങ്ങനെയല്ല. അതെല്ലാം എല്ലാം വീട്ടിലുള്ള സമയത്താണെങ്കിൽ അമ്മ ഇതേപോലെ രാവിലെ എഴുന്നേറ്റ് വന്നിട്ട് 4 മണി 3:30 വിളിച്ച് എഴുന്നേറ്റ് ചേർപ്പിക്കും. അപ്പൊ നമ്മൾ 3:30 മണിക്കൊക്കെ എന്തിനാണ് ഉറങ്ങുന്ന സമയത്ത് വന്നിട്ട് എഴുന്നേൽപ്പിച്ചിട്ട് കണി ഒരു 7 മണിക്ക് കണ്ടാൽ കുഴപ്പമുണ്ടോ?